ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അർച്ചന. വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാനൊരു പ്രീ വെഡിങ് റിച്വൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങൾ പൊതുവെ കല്യാണത്തിന് വേളി എന്നാണ് പറയുന്നത്. അപ്പോൾ വേളിക്ക് തലേന്ന് നടത്തുന്ന ചടങ്ങുകളാണ് ഈ കാണുന്നത്. മൈലാഞ്ചിയിടൽ, 1000 തിരി, അയിനിയൂണ്, തിരുവാതിരകളി, മലരുവറുക്കൽ, നമസ്കാരം എന്നിങ്ങനെ പോകുന്നു ഈ ചടങ്ങുകൾ. ട്രഡീഷണൽ വെയറായ സെറ്റും മുണ്ടുമാണ് വേളി പെൺകുട്ടികളടക്കം എല്ലാ ബന്ധുക്കളും ധരിക്കുന്നത്. ചടങ്ങിന് മുന്നോടിയായി ഭഗവാന് മുൻപിൽ ചേടി വരച്ച് നിലവിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളമെടുത്ത് അവൽ, മലർ, ശർക്കര എന്നിവ തൂശനിലയിൽ വെച്ച് സമീപം അഷ്ടമംഗല്യവും ഇരത്തേങ്ങയും വെക്കുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ചടങ്ങുകൾക്കെല്ലാം മുൻപായി തന്നെ വേളി പെൺകുട്ടികളുടെ തലമുടിയിൽ ദശപുഷ്പം ചൂടിക്കുക. അങ്ങനെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. അമ്മായിമാർ, അമ്മയുടെ ബന്ധുക്കൾ, അച്ഛന്റെ ബന്ധുക്കൾ, സഹോദരിമാർ എന്നിങ്ങനെ പോകുന്നു ഈ ചടങ്ങുകൾക്കെല്ലാം മുൻപന്തിയിൽ നിൽക്കേണ്ടവർ. അങ്ങനെ ഓരോ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളും ഞാൻ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതാണ് 1000 തിരി എന്ന ചടങ്ങ്. അലക്കിയ വസ്ത്രം അഥവാ മുണ്ടാണ് ഈ ചടങ്ങിനായി എടുക്കുന്നത്. വേളി പെൺകുട്ടിയും ബന്ധുക്കളും അടക്കം എല്ലാവരും ചേർന്ന് നാമജപത്തോടുകൂടി 1000 തിരി തീർക്കുന്നു. ഈ 1000 തിരികൾ ഒറ്റക്കെട്ടാക്കി വേളിയുടെ അന്ന് കൊടിവിളക്കിൽ നിന്നും തീ പകർത്തി വേളി പെൺകുട്ടിയെ ഉഴിയുന്നു. ഇതാണ് അയനിയൂണ് ചടങ്ങ്. വേളി പെൺകുട്ടിയും വേളി ഉണ്ണിയും ഒരേ സമയത്തായിരിക്കണം അയനിയൂണ് ചടങ്ങ് നടത്തുവാനായിട്ട്. പണ്ടൊക്കെ ഈ ചടങ്ങ് നടത്തിയിരുന്നത് വേളിയുടെ അന്ന് രാവിലെയായിരുന്നു. ട്വിൻ സിസ്റ്റേഴ്സിൽ ഒരാളുടെ അയനിയൂണ് ചടങ്ങ് വേളിയുടെ തലേന്നും മറ്റേയാളുടെ ചടങ്ങ് വേളിയുടെ അന്ന് രാവിലെയുമാണ് നടത്തിയത്.